എല്ലാ സുഹൃത്തുക്കൾക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ chatgptയും അതുപോലെ bluehost ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു സീരീസാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് ഈ ഒരു ക്ലാസ്സസ് അല്ലെങ്കിൽ ഈ ഒരു സീരീസിനൊപ്പം പോകണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് പോകാവുന്നതാണ്. അതിൻ്റെ റെസിപ്റ്റ് ഞാൻ ഈ കാണിക്കുന്ന ഇമെയിലിലേക്ക് തന്നെ നിങ്ങൾ ഫോർവേഡ് ചെയ്യുക. എന്തെങ്കിലും രീതിയിൽ എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സഹായമാവും. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ സെഷനിലേക്ക് പോവാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഡിസൈൻ ഒന്ന് കറക്റ്റ് ചെയ്യണം. കാരണം ഇപ്പോൾ നമുക്കിതിനൊരു വേർഡ്പ്രസ് വെബ്സൈറ്റ് നമ്മൾ ലോഞ്ച് ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിന് നല്ലൊരു തീം നമുക്ക് സെറ്റ് ചെയ്യണം. അതിനുവേണ്ടിയുള്ള പ്ലഗിൻസ് എവിടെ നിന്നാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മളുടെ വെബ്സൈറ്റിൽ നമ്മൾ കണ്ടൻറ് എഴുതി കഴിയുമ്പോൾ നമുക്കൊരു SEO ടൂൾ ആവശ്യമാണ്. അപ്പോൾ ആ ഒരു SEO ചെയ്യാനായിട്ട് നമ്മുടെ വെബ്സൈറ്റ് സെർച്ചിലേക്കൊക്കെ വരാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു SEO ടൂളും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മുടെ വെബ്സൈറ്റിൽ ആവശ്യമായിട്ടുള്ള തീമുകൾ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ അത് നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് തീംസ് എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് അപ്പിയറൻസിലുണ്ട്. അപ്പിയറൻസിൽ തീംസ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ വേർഡ്പ്രസ് സൈറ്റിൽ ബാക്ക് എൻഡിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ തീമുകൾ നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സോഴ്സ് ഫയൽ നമുക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അതല്ല നമുക്ക് പുതിയൊരു തീം ഇൻസ്റ്റാൾ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഓൾറെഡി ഇത്രയും തീമുകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനി അതല്ല നമുക്ക് പുതിയൊരു തീം ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടാണെന്നുണ്ടെങ്കിൽ wordpress.org തീംസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമ്മളുടെ വെബ്സൈറ്റിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് തീമുകളും സ്ട്രക്ചറുകളും ഒക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ തന്നെ ഏറ്റവും മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള തീമുകൾ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെയുണ്ട്, ഈ കാണുന്ന ഓപ്ഷൻ. പിന്നെ ഏറ്റവും പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത തീമുകൾ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഫ്രീ തീമുകളുമുണ്ട്, പെയ്ഡ് തീമുകളുമുണ്ട്. അതിൽ ഫ്രീ തീമുകൾ വേണമെങ്കിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അതിനുശേഷം അത് നല്ലതാണെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രീമിയത്തിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാനും ഒക്കെ സാധിക്കും. അതുപോലെ തീമുകളൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ഒരു സൈറ്റ് നമുക്ക് അവൈലബിൾ ആണ്, തീം ഫോറസ്റ്റ് എന്ന് പറയുന്നത്. അവിടെ നിന്ന് നിങ്ങൾക്ക് തീം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനും പറ്റും അതിൻ്റെ ഫയലുകൾ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ പാർട്ടിൽ നമ്മൾ ചെയ്യാറുള്ളത്. ഇതിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു തീമാണ് ആസ്ട്ര എന്ന് പറയുന്ന ഒരു തീം. അപ്പോൾ ഈ ഒരു തീം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപയോഗിച്ച് നമുക്ക് നമ്മളുടെ സൈറ്റ് ബിൽഡ് ചെയ്യാൻ സാധിക്കും. അപ്പം നമ്മളുടെ വെബ്സൈറ്റിൽ ബേസിക്കലി നമ്മളൊരു നല്ല തീം ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അപ്പോൾ ആസ്ട്ര എന്ന് പറയുന്ന ഒരു തീം നമ്മൾ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ജസ്റ്റ് അത് ആക്ടിവേറ്റ് ചെയ്യുക. ഇപ്പം നമ്മളൊരു ആസ്ട്ര തീം നമ്മൾ ആക്ടിവേറ്റ് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൻ്റെ നേരത്തെ കണ്ട സ്ട്രക്ചർ തന്നെയാണോ ഇപ്പം എന്നൊന്ന് ചെക്ക് ചെയ്യാം. ഇപ്പം ജസ്റ്റ് നമ്മളുടെ തീം ഒന്ന് ഇവിടെ ഉണ്ടായിരുന്നതൊക്കെ മാറ്റി ഇപ്പം പവേർഡ് ബൈ ആസ്ട്ര വേർഡ്പ്രസ് തീം എന്നുള്ള രീതിയിലായിട്ടുണ്ട്. ഇനി അടുത്ത ജോലി എന്താണെന്ന് വെച്ചാൽ ആസ്ട്രയുടെ ഫ്രീ വേർഷനാണ് നമ്മളിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന രീതിയിലുള്ളൊരു ഇൻ്റർഫേസിലേക്കൊന്നും ഇത് പലപ്പോഴും വരാൻ സാധ്യതയില്ല. അതിനുവേണ്ടി നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് പ്ലഗിൻസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോഴാണ് നമ്മൾ പ്ലഗിൻസിനെ കുറിച്ച് പഠിക്കേണ്ടത്. അപ്പോൾ നമ്മൾ പ്ലഗിൻസിനെ കുറിച്ച് പഠിക്കുക. നമ്മുടെ വെബ്സൈറ്റിന് ആവശ്യമായിട്ടുള്ള പ്ലഗിൻസ് ഒക്കെ നമുക്ക് ഇവിടുന്ന് നമ്മുടെ വേർഡ്പ്രസ് സൈറ്റിൽ തന്നെ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന പ്ലഗിൻസ് ഒക്കെ നമ്മളുടെ ബ്ലൂഹോസ്റ്റിൻ്റെ ബാക്ക് എൻഡിൽ നമുക്ക് കാണാനും സാധിക്കും. ഇപ്പം മൈ സൈറ്റ്സ് എന്ന് പറയുന്ന ഏരിയയിൽ ബ്ലൂഹോസ്റ്റിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സൈറ്റിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന പ്ലഗിൻസ്, ഇതുപോലെ പ്ലഗിൻസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്കിവിടെ അറിയാൻ സാധിക്കും. ഇപ്പം പ്രസൻ്റ്ലി നമ്മളുടെ സൈറ്റിൽ ഉള്ളത് ഇതിപ്പോൾ നമ്മുടെ വേർഡ്പ്രസ് സൈറ്റിലേക്ക് തന്നെ മൂവ് ചെയ്യുകയാണ്. ഇപ്പം പ്ലഗിൻസിൽ നമ്മൾ ജസ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ 7 പ്ലഗിൻ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അതിലൊന്ന് ബ്ലൂഹോസ്റ്റിൻ്റെ തന്നെ
പ്ലഗിനാണ്. പിന്നെയുള്ളത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തപ്പം ഡിഫോൾട്ടായിട്ട് വന്നിട്ടുള്ള ഒരു പ്ലഗിനാണ്. പിന്നെ WP ഫോംസ് എന്ന് പറഞ്ഞൊരു പ്ലഗിനുണ്ട്, ഓപ്റ്റിൻ മോൺസ്റ്റർ ഉണ്ട്, ജെറ്റ് പാക്ക് ഉണ്ട്, ഗൂഗിൾ അനാലിറ്റിക്സ് ഉണ്ട്, വേർഡ്പ്രസിൻ്റെ. ഇങ്ങനെയുള്ള കുറച്ച് പ്ലഗിൻസ് ബൈ ഡിഫോൾട്ട് നമുക്ക് ബ്ലൂ ഹോസ്റ്റ് തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് തന്നിട്ടുണ്ട്. നമ്മളുടെ തീം ഡിസൈനിങ്ങിന് സഹായകരമാകുന്ന കുറച്ച് പ്ലഗിനുകളുണ്ട്. അതിൽ ഏറ്റവും മോസ്റ്റ് പോപ്പുലർ പ്ലഗിൻ എന്ന് പറയുന്നത് നമുക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ബിൽഡർ ഉണ്ട്. നമുക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ബിൽഡർ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ ആസ്ട്ര തീമുമായിട്ട് കോമ്പാറ്റബിൾ ആയിട്ടുള്ള ഒരു ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ബിൽഡർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ വന്ന് നമുക്ക് ആഡ് ന്യൂ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ആഡ് ന്യൂവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ എലമെൻഡർ എന്ന് പറയുന്ന ഒരു പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ എലമെൻഡർ എന്ന് പറയുന്ന പ്ലഗിൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്താൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും നമ്മുടെ തീമിൽ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. എലമെൻഡർ പ്ലഗിൻ ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് സ്റ്റാർട്ടർ ടെംപ്ലേറ്റ്, അതായത് നമ്മുടെ വെബ്സൈറ്റിന് ഒരു ഡിസൈൻ പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് പ്ലഗിനിൽ വന്നിട്ട് നമുക്ക് സ്റ്റാർട്ടർ ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്ന ഒരു ടെംപ്ലേറ്റ് ഉണ്ട്. അതായത് ഡിസൈനുകൾ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് എഡിറ്റ് ചെയ്യാൻ എലമെൻഡർ ആണെങ്കിൽ ഒരു ഡിസൈൻ സ്ട്രക്ചർ കിട്ടാൻ വേണ്ടി ടെംപ്ലേറ്റുകൾ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ, അതായത് റെഡി ടു യൂസ് ടെംപ്ലേറ്റ്സ് ദാറ്റ് വർക്ക് വിത്ത് ഓൾ വേർഡ്പ്രസ് തീംസ് ഇൻക്ലൂഡിംഗ് ആസ്ട്ര എന്ന് പറയുന്ന പോപ്പുലർ തീമുമായിട്ട് വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള വേർഡ്പ്രസ് തീം ടെംപ്ലേറ്റുകളൊക്കെ ഇതിൽ അവൈലബിൾ ആണ്. അതുപോലെ ഓഷ്യൻ WP ജനറേറ്റർസ് ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ എലമെൻഡർ ആയിട്ട് കോമ്പാറ്റബിൾ ആണ്, വേർഡ്പ്രസ്സുമായിട്ട് കോമ്പാറ്റബിൾ ആണ്. ബീവർ എന്ന് പറയുന്ന മറ്റൊരു ബിൽഡറും ഉണ്ട് എലമെൻഡർ പോലെ തന്നെ. ഇതുമൊക്കെ ആയിട്ട് ഈ സ്റ്റാർട്ടർ ടെംപ്ലേറ്റ് കോമ്പാറ്റബിൾ ആണ് എന്നുള്ളതാണ്. ഇപ്പോൾ കോമ്പാറ്റബിൾ വിത്ത് യുവർ വേർഷൻ ഓഫ് യുവർ വേർഡ്പ്രസ് എന്നുള്ളൂടെ കാണാനും സാധിക്കും. അതുകൊണ്ട് നമുക്ക് സ്റ്റാർട്ടർ ടെംപ്ലേറ്റ് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. എന്നിട്ട് നമ്മുടെ വെബ്സൈറ്റിന് ഒരു ടെംപ്ലേറ്റ് നമുക്ക് സെറ്റപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ടർ ടെംപ്ലേറ്റ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്ലഗിൻസിൽ തന്നെ വന്നു കഴിഞ്ഞതിന് ശേഷം സ്റ്റാർട്ടർ ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് വിത്ത് സ്റ്റാർട്ടർ ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു വീഡിയോ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ വന്നിട്ട് ബിൽഡ് യുവർ വെബ്സൈറ്റ് നൗ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ കാണണമെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, ഞാൻ ബിൽഡ് യുവർ വെബ്സൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തു. ഇത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഏത് ബിൽഡർ ഉപയോഗിച്ചാണ് ഈ ടെംപ്ലേറ്റിനകത്ത് എഡിറ്റിംഗ് ഒക്കെ ചെയ്യാൻ പോകുന്നത്, അതായത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് എഡിറ്റിംഗ് ചെയ്യാൻ പോകുന്നത് ഏത് ബിൽഡർ ഉപയോഗിച്ചാണെന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ എലമെൻഡറിനെ കുറിച്ച് പറഞ്ഞത്. നമ്മൾ എലമെൻഡർ ഉപയോഗിച്ചാണ് ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എലമെൻഡർ സെലക്ട് ചെയ്യുമ്പോൾ എലമെൻഡറുമായി കോമ്പാറ്റബിൾ ആയിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ടെംപ്ലേറ്റുകൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ പ്രീമിയം ടെംപ്ലേറ്റുകളുമുണ്ട്, ഫ്രീ ടെംപ്ലേറ്റുകളുമുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഓള് അതുപോലെ പോപ്പുലർ ഇങ്ങനെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ടെംപ്ലേറ്റ് നമുക്ക് ചൂസ് ചെയ്യാം. നമ്മുടെ വെബ്സൈറ്റിന് വേണ്ടി നമുക്കൊരു ബ്ലോഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതിന് പറ്റുന്ന രീതിയിലുള്ള ഒരു ടെംപ്ലേറ്റ് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇ കൊമേഴ്സ് ടെംപ്ലേറ്റുകളും ഒക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, ഇ കൊമേഴ്സ് സൈറ്റുകൾ പോലെയൊക്കെ ഉപയോഗിക്കാനായിട്ട്. ദെൻ ഞാനിപ്പോൾ ഇവിടെ ലേൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു ടെംപ്ലേറ്റ് നെയിം ഇവിടെ കണ്ടു. ഞാനിത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് നോക്കുന്നു. നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇതിനകത്ത് ഇതാണ് ഇതിൻ്റെ ഒരു സ്റ്റൈല് വരിക. നമ്മൾ വെബ്സൈറ്റ് ഈ ഒരു സ്റ്റൈലിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും. അതിന് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് എലമെൻഡറാണ്. നമുക്കിവിടെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് ഇതൊക്കെ എഡിറ്റ് ചെയ്യാൻ സാധിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ലോഗോ ഒക്കെ അപ്ലോഡ് ചെയ്തതിനൊപ്പം തന്നെ സെറ്റപ്പ് ചെയ്ത് പോകാം. ഇല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് സ്കിപ്പ് ആൻഡ് കണ്ടിന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഓരോരോ ഓപ്ഷൻ നമ്മളുടെ ഒരു കളർ കോമ്പിനേഷൻ ഒക്കെ വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. നമ്മുടെ ലോഗോയുമായി മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കളർ കോമ്പിനേഷൻസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ സെറ്റപ്പ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മളുടെ ഫോണ്ടും സ്റ്റൈലുകളുമൊക്കെ ഓരോരോ രീതിയിലുള്ള പല പല ഫോണ്ടുകളുടെ കോമ്പിനേഷൻ ഉണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് ചെയ്യാം. അതിനുശേഷം ഇതിനൊപ്പം തന്നെ വേണ്ടുന്ന ചില പ്ലഗിൻസും കൂടെ ഉണ്ട്. റിക്വയർഡ് പ്ലഗിൻസ് മിസ്സിങ്, അതായത് ലേൺ ഡാഷ് എന്ന് പറയുന്ന ഒരു LMS നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം, അല്ലെങ്കിൽ ലേൺ ഡാഷ് എന്ന് പറയുന്ന ഒരു കോഴ്സിന്റെ ബിൽഡർ. ഇത് നമ്മളൊരു LMS പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ, ഓൺലൈൻ കോഴ്സസ് ഒക്കെ സെല്ല് ചെയ്യുന്ന രീതിയിലാണെങ്കിൽ ഈ പ്ലഗിൻസിന്റെ ആവശ്യമുണ്ട്. അതിനോട് സപ്പോർട്ട് ചെയ്യുന്ന ടൈപ്പ് തീമാണ് എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് വേണമെങ്കിൽ സ്കിപ്പ് ആൻഡ് സ്റ്റാർട്ട് ഇമ്പോർട്ടിങ് കൊടുക്കാം. അപ്പോൾ സ്കിപ്പ് ആൻഡ് സ്റ്റാർട്ട് ഇമ്പോർട്ടിങ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മളുടെ പേര് കൊടുക്കുക, ആരാണിത് ചെയ്യുന്നത് എന്നുള്ളത്. ഞാൻ ജസ്റ്റ് അതിൻ്റെ
നമ്മളുടെ പേര് കൊടുക്കുന്നു, സുബിൻ യൂസഫ്. നമ്മളുടെ ഒരു വർക്ക് ഇമെയിൽ കൊടുക്കാം. നമ്മളുടെ ഇമെയിൽ ID സുബിൻ യൂസഫ് official@gmail.com. അതുപോലെ തന്നെ നമ്മൾ ബിഗിനർ ആണോ, ഇൻ്റർമീഡിയറ്റ് ആണോ, എക്സ്പേർട്ട് ആണോ എന്നുള്ളത് കൊടുക്കുന്നു. ഞാൻ ജസ്റ്റ് ഇൻ്റർമീഡിയറ്റ് കൊടുക്കുന്നു. ആൻഡ് മൈസെൽഫ്, മൈ ക്ലയൻറ്റ് എന്താണ് എന്നുള്ളത് മൈസെൽഫ്, മൈ കമ്പനി എന്നുള്ള രീതിയിൽ ജസ്റ്റ് സെലക്ട് ചെയ്യുന്നു. ദെൻ ഇത്രയും ഓപ്ഷൻസ് സെറ്റ് ചെയ്തിട്ട് ജസ്റ്റ് സബ്മിറ്റ് ആൻഡ് ബിൽഡ് മൈ വെബ്സൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുന്നു. അപ്പോൾ ഇത് കൊടുത്തു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ വെബ്സൈറ്റിൽ ആ കാണുന്ന രീതിയിൽ നമുക്ക് വേണ്ടുന്ന തീം ഇൻസ്റ്റാൾ ചെയ്യുകയും അതിന് നമ്മളുടെ പ്ലഗിൻ എലമെൻഡർ ഓട്ടോമാറ്റിക്കലി ഇവിടെ ഇൻസ്റ്റാൾ ആവുകയും ആക്ടിവേറ്റ് ആവുകയൊക്കെ ചെയ്യുന്നുണ്ട്. എലമെൻഡർ അല്ലാതെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം, പക്ഷേ ഈ സ്റ്റാർട്ടർ ടെംപ്ലേറ്റ് വഴി അവർ ഓട്ടോമാറ്റിക്കലി അവർക്കുള്ള പല കാര്യങ്ങളും ചെയ്യും. കുഡ് നോട്ട് ഇൻസ്റ്റാൾ ദ പ്ലഗിൻ അൾട്ടിമേറ്റ് ആഡ് ഓൺസ് ഫോർ ഗുട്ടൻബെർഗ് എന്നുള്ളത് ക്ലിക്ക് ഹിയർ ആൻഡ് വി വിൽ ട്രൈ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്കൊന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം നമ്മുടെ ഫോംസ് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്കിതുപോലെ എന്തെങ്കിലും എറേഴ്സ് ഒക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ ചിലപ്പം മേ ബി സ്റ്റക്ക് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒന്നും കൂടെ ട്രൈ അഗെയിൻ കൊടുത്താൽ മതി. ഫൈനൽ ഫിനിഷിങ്ങിലേക്ക് എത്തുന്നു. നമ്മുടെ സൈറ്റ് ഡെവലപ്പ് ആയി എന്ന് കാണിക്കുന്നു. അതിനുശേഷം ഇതുപോലെ ഒരു ഓപ്ഷൻ കാണിക്കുന്നു, കൺഗ്രാജുലേഷൻസ് പറയുന്നു. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് ഇനി എങ്ങനെയാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പ്രിവ്യൂ ചെയ്ത് നോക്കാം. ചില കാര്യങ്ങൾ ഇൻസ്റ്റാൾ ആയില്ലെങ്കിലും നമുക്ക് ഇഷ്യൂസ് ഒന്നും ഇല്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. ഇപ്പോൾ നമ്മളുടെ വെബ്സൈറ്റിൻ്റെ സ്ട്രക്ചർ നേരത്തെ കണ്ട രീതിയല്ല, നേരത്തെ ഈ ഒരു രീതിയിലായിരുന്നു. അതിൻ്റെ ഡിസൈൻ ഇപ്പോൾ നമുക്ക് ഇതുപോലെ ആക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് എറേഴ്സ് വന്നാലും നിങ്ങൾക്ക് നെക്സ്റ്റ് കൊടുത്ത് പോകാവുന്നതേ ഉള്ളൂ. ഇനി ഇതിലുള്ള ഓരോരോ ഓപ്ഷനുകളെയും നമുക്ക് എഡിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ പബ്ലിഷ് ചെയ്യാനും ഒക്കെ സാധിക്കും. ഇനി ഇതിന് സപ്പോർട്ടിംഗ് ആയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ നമ്മളുടെ വെബ്സൈറ്റാണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തത്. നിങ്ങൾക്ക് കൂടുതലായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പറ്റിയൊക്കെ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിജിമാർക്ക് അക്കാഡമിയെ കോൺടാക്ട് ചെയ്യാം. അക്കാഡമിയുടെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഇവിടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, വീഡിയോയുടെ താഴെയും കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വെബ്സൈറ്റ് ഇതുവരെയായിട്ടും ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എങ്കിൽ എപ്പോഴാണോ നിങ്ങൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ വരിക. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതുവഴി തന്നെ പോവുക. റെസിപ്റ്റ് ഞാൻ ഈ കാണിക്കുന്ന ഇമെയിലിൽ തന്നെ അയക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്കിനി വീണ്ടും നെക്സ്റ്റ് ഒരു ക്ലാസ്സിൽ കാണാം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിഷയമാണ്. അതുകൊണ്ട് സ്റ്റേ ട്യൂൺ വിത്ത് വീഡിയോ. വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം.